സാറിന്റെ വീട്ടിൽ നിന്നും ഒരു മോഷണം നടന്നു. ഒരു മോഷണം സാറിന്റെ വീട്ടിൽ നിന്ന് നടന്നു. ഞാനതിന് കൂട്ടുന്ന ഞാൻ പ്രതിയല്ലേ? തന്ത്രി ഇസ് ദ ചീഫ് പ്രീസ്റ്റ് എന്നാണ്, നമ്മുടെ മുഖ്യ പുരോഹിതനാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പുരോഹിതൻ അന്തർഭവിക്കാനേ പാടില്ല. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഏതായിരിക്കും? ഈ ശബരിമലയേക്കാൾ സ്വത്തുള്ള പ്രഥമഗണനീയമായ ക്ഷേത്രങ്ങൾ വൈക്കം തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇട്ടുകൂടാൻ 10 തലമുറ ജീവിച്ചാലും ജീവിക്കാത്ത സമ്പത്തും ഉണ്ടാവും. പിന്നെയും എന്തിനാണ് സാറേ ഈ ദൈവത്തിന്റെ അന്ന് എഴുതി വെച്ചതാണ് ദേവസ്വത്തിന്റെ സ്വത്ത്. ഉപഗ്രഹിച്ചെടുത്ത ധനത്താൽ അത് രാജ്യത്തെ ഹിന്ദുക്കളുടെ മാത്രമല്ല. നമുക്ക് ഒരു കോമൺ സെൻസ് ഇല്ല, നമുക്ക് എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവരാണ്. ഇങ്ങനെ ഒരു ശബരിമലയിലെ 1.5 കിലോ സ്വർണം, അല്ലെ 1.5 കിലോ സാറിന്റെ ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു, ഒരു 1.5 കിലോ അല്ലെങ്കിൽ 1 കോടി രൂപയും താഴെയുള്ള ഒരു വസ്തുവകൾ കട്ടുകൊണ്ട് പോയതിൽ സാർ തന്നെ പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണ്. പക്ഷെ പങ്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഫർദർ അന്വേഷണത്തിൽ അറിയാവുള്ളൂ. ഇത് പ്രഥമ ദൃഷ്ടിയ എത്രയാണ് ഓരോ കണക്കുകളാണ്, പക്ഷെ അത് 200 കോടി മുതൽ 1400 കോടി വരെ എന്നൊക്കെ വിവിധ പത്രവാർത്തകളുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കൃത്യമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച, ഇത് ചെറിയ തട്ടിപ്പല്ലല്ലോ. സ്വർണ്ണ കട്ടികൾ കാണാതാവുന്നു, വെള്ളിക്കട്ടികൾ കാണാതാവുന്നു. രാമചരിതമാനസം, ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൊണ്ടുവച്ച 5 കോടി ചെലവുള്ള രാമചന്ദ്രമാനസ് കാണാതാവുന്നു. ഇത്രയും ഒക്കെ പോയിട്ട് അവിടെ നിന്ന് കാണിക്കടിച്ചു മാറ്റിയതല്ല കേട്ടോ, അതിനപ്പുറത്തുള്ള സംഭവങ്ങളുണ്ട്. സ്വത്തുക്കളാണ് പോയത്. ഇത് ഇവരറിയാതെ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമാണോ? നടപടി വേണ്ടേ സാറേ? വിശ്വസിക്കാൻ പറ്റത്തില്ല, നടപടി അനിവാര്യമാണ്. പക്ഷെ അവിടുത്തെ നിയമം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത്രയും കർക്കശാല ഇതിനു മുമ്പിട്ട് ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്. സാറിന്റെ വീട്ടിൽ നിന്നും ഒരു മോഷണം നടന്നു. ഒരു മോഷണം സാറിന്റെ വീട്ടിൽ നിന്നും നടന്നു. ഞാനതിന് കൂട്ടുന്ന ഞാൻ പ്രതിയല്ലേ? അത് മോഷണത്തിൽ കൂട്ടുമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ആണല്ലോ. അത് ഒരു കോമൺ ലോജിക്ക് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തുള്ള രാഷ്ട്രീയാംഗങ്ങളൊക്കെ വിട്ടേരെ, തെറ്റ് ചെയ്തവരെ പ്രത്യേകിച്ചും ഒരു വലിയ ഭക്ത സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രമാണതെല്ലാം. ചെറിയ ആരാധനാ കേന്ദ്രമല്ല. അതുകൊണ്ടാണല്ലോ അത്രയും കോടിക്കണക്കിന് സ്വത്ത് അങ്ങോട്ട് ഒഴുകുന്നത്. അത്തരം ഈ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് അതിന്റെ വിശ്വാസ്യത വളരെ പ്രധാനമല്ലേ? ആ വിശ്വാസ്യത വേണമല്ലോ. കാരണം നമ്മളൊരു തുട്ടിട്ടാൽ ആ തുട്ട് ദേവന് അല്ലെങ്കിൽ ദേവിക്ക്, അവിടുത്തെ മൂർത്തിക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് വിനിയോഗിക്കും, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കുമെന്ന ഉത്തമ ബോധ്യത്തിലൂടെ ഒരാൾ അദ്ദേഹത്തിന്റെ ആജീവനാന്ത സമ്പാദ്യം മുഴുവനാണ് അവിടെ കൊണ്ട് കൊടുത്തത്. അതും ചെറിയ ആളല്ല. അപ്പൊ എത്രത്തോളം വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണത്. ആ വിശ്വാസങ്ങളെ തകിടം മറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമ്പോഴല്ലേ ആ വിശ്വാസത അവർ ഉറപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും കർശനമായ നടപടി അനിവാര്യമാണ്. അത് അതിന്റെ കംപ്ലീറ്റ് ട്രസ്റ്റ് അംഗങ്ങളും അഡ്മിനിസ്ട്രേഷൻ മേഖലയിലുള്ളവരും ഒക്കെ അതിന് ഉത്തരവാദികളാണ്. മാത്രമല്ല, എനിക്ക് അതിനകത്ത് തന്നെ മോഷ്ടിച്ചതിന് തുല്യമാണ് മോഷണത്തിന് കൂട്ടു നിൽക്കുന്നത്. അത് തന്നെയാണ് ഞാൻ സാറിനോട് ആദ്യം സംശയം. സാറിന്റെ അഭിപ്രായം തന്നെയാണ്. സാർ, എനിക്കും നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് വിശ്വാസം കുറവ്. നമുക്കറിയാം ശബരിമലയിൽ തന്ത്രി അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെയും ഇതുപോലെ തലപ്പത്തിരിക്കുന്നവരാണ്. ശരിക്കും ശബരിമല തന്ത്രിയെപ്പോലൊരു ആളൊക്കെ ഇത്തരത്തിലൊരു ഒരു ചോദ്യം ചെയ്യലിന് പോലും അദ്ദേഹം വിധേയനാകാൻ പാടുണ്ടോ? സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, അവരെ തന്ത്രി ഇസ് ദ ചീഫ് പ്രീസ്റ്റ് എന്നാണ്, ഞങ്ങളുടെ മുഖ്യ പുരോഹിതനാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പുരോഹിതൻ അന്തർഭവിക്കാനേ പാടില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നിപ്പോ അന്വേഷണവും അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇവരുടെയൊക്കെ ബന്ധം നമുക്ക്. പക്ഷെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹത്തിന്റെ ദേവ ചൈതന്യം, ആ വിഗ്രഹത്തില് പ്രാണപ്രതിഷ്ഠ നടന്ന ആളാണ്. ദേവന്റെ തുല്യമാണ്. അദ്ദേഹം ആ ദേവ ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് ആ പ്രാണനെ സ്ഥാപിക്കുന്ന ആളാണ്, സ്പിരിച്വൽ എഞ്ചിനീയർ. ആ തന്ത്രി ഒരിക്കലും ഇമാതിരിയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, ഇതിലെ ബന്ധപ്പെടാനേ പാടില്ല. എനിക്ക് അവിടെയും ചോദിക്കാനുള്ള ഒരു കാര്യം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും അതിസമ്പന്നമായ ക്ഷേത്രമാണ് ശബരിമല. ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്ത് ധനാഢ്യമാണ്, അല്ലെങ്കിൽ അത്രയും സ്വർണ്ണപൂരിതമാണ് ശബരിമല. പക്ഷെ
എന്താണ് സാറിനോട് പറയാം? അതിനേക്കാൾ സമ്പന്നമായ, അതിനേക്കാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടോ? സ്ഥാപന സ്വത്തുകളുള്ള അമ്പലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് ക്ഷേത്രം? ശബരിമല വരുമാനം കൊണ്ട്, വരുമാനം ഞാനാണ് ഉദ്ദേശിച്ചത്. വാർഷിക വരുമാനം ഞാനതാണ് ഉദ്ദേശിച്ചത്. 19 കോടിയാണ്. പ്രഥമ ഗണനീയെ 700-720 കോടി രൂപയുടെ വരുമാനമുള്ള അമ്പലമാണ്. പക്ഷേ അവരുടെ ഈടിയിരിപ്പോഴും സ്ഥാപന സ്വത്തുക്കളെ സംബന്ധിച്ച് സ്ഥാപന സ്വത്തുക്കൾ അതിനേക്കാൾ വലിയ അമ്പലം. അതല്ല, അതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ സ്ഥാപന സ്വത്തുക്കൾ കുറെ സ്ഥലം ഉണ്ടായതുകൊണ്ട് കൊണ്ടടിച്ചു മാറ്റാൻ പറ്റില്ല. സ്ഥലം മാത്രം, കോളേജുകൾ അല്ലെ, വിലപിടിച്ച ഉരുപ്പടികൾ, തിരുവാഭരണങ്ങൾ, ആ. അങ്ങനെ കൊണ്ട് ഒരുപക്ഷെ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് വേണം. അതല്ലേ? ശബരിമലയിൽ മോശമൊന്നുമല്ല. അവിടെ എന്റെ ഒരു എന്താണ്, എനിക്കോ അല്ലെങ്കിൽ ഒരുപാട് പ്രേക്ഷകർക്കോ ഉള്ള ഒരു സംശയ ദൂരീകരണമാണ് കേട്ടോ സാറേ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഏതായിരിക്കും ഈ ശബരിമലയേക്കാൾ സ്വത്തുള്ള പ്രഥമ ഗണനീയമായ ക്ഷേത്രങ്ങൾ? വൈക്കം തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. വരുമാനങ്ങൾക്ക് ശബരിമലയെ സംബന്ധിച്ച് അതിന്റെ 100-1 കാണുള്ളൂ. അതെ. ബട്ട് പ്രാചീന കാലം മുതലേ ഉള്ള സ്ഥാപന സ്വത്തുകൾ, ഇത്തരത്തിലുള്ള തിരുവാഭരണങ്ങളുടെയും ഈടിയിരിപ്പുകളുടെയും മൂല്യം കൂടിയ അമ്പലങ്ങൾ ഇത് ഈ അവിടെ തന്നെയാണ്. അതായത് ഈ നമ്മൾ പറഞ്ഞത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളെ പറ്റി നമ്മൾ കേട്ടു. അതെ, ലക്ഷം കോടിയുടെ ഒരു പക്ഷേ അത്രയില്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു സമ്പത്തുള്ള സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ലക്ഷക്കണക്കിന് കോടി, അതായത് സ്കൂളുകള്, കോളേജുകള് മാത്രമല്ല. ഞാൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിലും ഞങ്ങളുടെ 20 സ്ട്രോങ് റൂമുകളിലും 20 സുരക്ഷാ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളുടെ സമ്പത്ത്, സ്വർണം, വെള്ളി, വൈഡൂര്യം, വജ്രം തുടങ്ങിയവ ഒരു പക്ഷേ അത്രയില്ലെങ്കിലും ഒട്ടും മോശമല്ലാത്ത ശേഖരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സമ്പന്നമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പക്ഷേ എനിക്ക് പറയാൻ പറ്റും, ക്ഷേത്ര സ്വത്തുക്കൾ തീർച്ചയായിട്ടും സാധാരണ കസ്റ്റോഡിയനായിട്ട് സമ്പത്തുള്ള സ്ഥാപനമാണ് അവിടെ. പക്ഷെ ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും നിലനിർത്തപ്പെടേണ്ടതും ഗവൺമെന്റിന്റെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മുടെ പിൻതലമുറയിലെ സമ്പത്തുകൾ. അവർക്ക് ഈ ചരിത്ര പ്രാധാന്യമുള്ള പൗരാണിക പ്രാധാന്യം, അത് ജാതിയും മതവും ഒന്നും നോക്കാതെ, ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ ഇസ്ലാമാണോ നോക്കാതെ തന്നെ നമ്മുടെ ഭാരതീയ പിൻതലമുറയിലെ സമ്പത്താണിത്. അത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബാധ്യത അവിടെ സാറേ. ഈ ഇത്രയും ഇപ്പൊ നമ്മള് വീണ്ടും ശബരിമലയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാല് ഈ ശബരിമലയെ സംബന്ധിച്ച് അത്രയും, അതായത് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് അത്രയേറെ പണം വന്നു വീഴുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അതിന്റെ ആ സ്ഥാനത്തിരിക്കുന്ന തന്ത്രിയെ പോലെ അദ്ദേഹത്തിന്റെ വരുമാനം ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്തായിരിക്കും. അത്രയും വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാവും. സാധാരണ ഒരു എന്താണ് ഒരു ഡിക്ലെയർഡ് ഇൻകം അല്ലെ, 3 കോടിയും അല്ലാത്ത ഇൻകം. അതായത് ഇത്രയേറെ പണം, അദ്ദേഹത്തിന്റെ പണത്തെക്കാളേറെ അദ്ദേഹം ആരാധിക്കപ്പെടുന്ന ആ ഒരു സ്ഥാനമുണ്ട്, ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട്. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ സമൂഹം കൽപ്പിക്കുന്ന വില എത്രയാണ്? ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ തത്തുല്യമായ വില കൽപ്പിക്കുന്ന അത്രത്തോളം ആദരണീയമായ ഒരു പദവിയാണ് ഇവിടെ. എന്തിനാണ് സാറേ ഈ എന്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇട്ടുമൂടാൻ 10 തലമുറ ജീവിച്ചാലും ജീവിക്കാത്ത സമ്പത്തും ഉണ്ടാവും. പിന്നെയും എന്തിനാണ് സാറേ ഈ ദൈവത്തിന്റെ ഈ ഭണ്ഡാരത്തിൽ കൈയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വർണത്തിൽ കൈയിട്ടൊക്കെ, അല്ലെങ്കിൽ അതിന് കൂട്ടു നിന്നൊക്കെ ഇത് അത്യാർത്ഥിയാണോ? അത്യാർത്ഥിയാണോ? അത് തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. ഓരോ വ്യക്തിയും ആ ശുദ്ധി പാലിക്കാൻ ബാധ്യസ്ഥനാണ്, അത് ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരു വ്യക്തിക്ക് കേരളത്തിൽ ജീവിക്കണം, അല്ലെ ഭാരതത്തിൽ ജീവിക്കണം. ഈ നമ്മളിപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്താകമാനമുള്ള വലിയ വിവാദങ്ങൾ, സ്വിസ് ബാങ്കുകളിലൊക്കെ ലക്ഷം കോടി രൂപ ഭാരതീയർ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. ഇവരെന്ത് ഏത് തലമുറയ്ക്ക് എടുക്കാനാണ്? 10, 80, 70 വർഷക്കാലത്തെ ജീവിതത്തിൽ ഇവർക്ക് കിട്ടുമായിരിക്കും. ഇവരെന്തിനാണ് മറ്റൊരിടത്തേക്ക്? സാറേ, ഈ കച്ചവടക്കാരുടെ ആർത്തി വിടാം നമുക്ക്. ആത്മീയത എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ ഒരു ജീവിതം സമൂഹത്തിന് പകർന്നു കൊടുത്ത് നേർവഴി കാണിച്ച് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒരു ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പരിഹാരം നേടിക്കൊടുക്കുന്ന അത്രത്തോളം ആദരണീയമായ ഒരു പദവിയിലിരിക്കുമ്പോൾ സ്വിസ് ബാങ്കുകാരന്റെ സ്വഭാവം കൊള്ളാമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കൊള്ളില്ല. തീർച്ചയായിട്ടും നമ്മുടെ പുരോഹിതന്മാരും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ ശ്രീശ്വരന്മാരും ഒക്കെ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ കാലക്രമത്തിൽ
സമസ്ത മേഖലയിലും വെള്ളം ചേർക്കപ്പെട്ടു. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രം തന്നെ ഇതൊക്കെ തെറ്റാണ്, ഇത് ചെയ്യരുത് എന്ന് പല ആവർത്തി ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ വേദേതിഹാസങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചേർക്കുന്ന അപ്പൊ ഞാനൊരു കാര്യം പറയാം. മഹാഭാരതം, ഭാരത യുദ്ധം 18 ദിവസം നടന്നു. 10ാം ദിവസം ഭീഷ്മര് വീണു. ഭീഷ്മര് വീണപ്പോ ഭീഷ്മർക്ക് ഉത്തരായനം വരെ ജീവിക്കണം. ശരശയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പാണ്ഡവ കൗരവന്മാർക്ക് ഓരോ സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗത്ത് ശാന്തി പർവ്വം എടുത്ത് വായിച്ചാൽ അതിനകത്ത് അദ്ദേഹം ആ പരാമർശിക്കുന്ന വേറെ കാര്യം, ദേവസ്വം ഉപഗ്രഹ്യേവ ധനേന ന സുഖീ ഭവേ. മഹാഭാരതത്തിന്റെ കാലം എന്നാ വേദവ്യാസന്റെ അന്ന് എഴുതി വെച്ചതാണ്. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ സ്വത്ത്. ഉപഗ്രഹ്യേവ, ഉപഗ്രഹിച്ചത്, അപകരിക്കുന്നത്, ഉപഗ്രഹിച്ചെടുത്ത ധനേന, ധനം താൻ ന സുഖീ ഭവേ, ഒരുത്തനും സുഖമായി ഭവിക്കുന്നത്. അത് ഏതാണ്ട് ഇപ്പൊ ദേവസ്വത്തിന് മാത്രമല്ല, എവിടെ കൈയിട്ട് വാരിയാലും ശാശ്വത സമാധാനം ലഭിക്കില്ലേ എപ്പോഴെങ്കിലും പിടിക്കും. എത്രയോ ആളുകൾ ദുരന്തം അനുഭവിക്കുകയാണ്. അതെ. പക്ഷെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സെറ്റ് ആളുകൾ ഒരു ദുരന്തത്തോട് ഇത് അവസാനിപ്പിക്കും. പല ആളുകളും കക്ക നശിക്ക അതെ, ഇങ്ങനെ ചെയ്തുകൊണ്ട്. അതെ അതെ അതെ. ഇതിനകത്ത് അവിടെ തന്നെയാണ് ശരിക്കും ഇത്തരത്തില് ആരോപണ വിധേയരായിട്ടുള്ള ആളുകള് ശബരിമലയിൽ ഉൾപ്പെടെ, പോലുള്ള ധർമ്മസ്ഥാനത്ത് ഉൾപ്പെടെ ഇത്തരം ആളുകൾ തുടരുന്നത് ആ സിസ്റ്റത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു, നമ്മുടെ ആത്മീയത. പക്ഷെ നമുക്ക് അവിടെ ഒരു ബദൽ സംവിധാനത്തിലേക്ക് പോകുക എന്നുള്ളത് അവിടെ ബദൽ സംവിധാനം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അനുസരിച്ച് തന്ത്രി അവിടെ കിടക്കേണ്ട ഒരു കാര്യമില്ല. തന്ത്രി ഉത്സവം, അതുപോലുള്ള അസാധാരണ അടിയന്തരങ്ങൾ, ഞങ്ങളുടെ നിയമം അതാണ്. അത് ഒഫീഷ്യേറ്റ് ചെയ്യാൻ തന്ത്രി ഈസ് എക്സ്പെക്ടഡ് ടു ബി ഒഫീഷ്യേറ്റ് ദ എക്സ്ട്രാ ഓർഡിനറി സെറിമണീസ് സച്ച് ആസ്. അത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നാൽ മതി. എന്താ അവിടെ അവിടെ അടിമുടി ശുദ്ധീകരണം നടത്തേണ്ട കാലം അതിക്രമിച്ചു. അവിടെ എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഈ അവിടുത്തെ തന്ത്രിയെ സംബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ തന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥനായത് ഞാൻ ചോദിക്കുകയാണ്. അവിടെ മലയേറിയ സമാജവുമായി ബന്ധപ്പെട്ട് അവർക്കാണ് തന്ത്രിസ്ഥാനം എന്ന രീതിയിലേക്കൊക്കെ ഈ സമീപകാലത്ത് വലിയ വിവാദങ്ങൾ വന്നിരുന്നു. അതിനെക്കുറിച്ച് സാറിന്റെ ശരിക്കും ഈ തന്ത്രി കുടുംബത്തിനാണോ അവകാശം, അതെയോ ഈ പറയുന്ന മലയേറിയ സമാജത്തിന് കൃത്യമായിട്ട് അവരുടെ അവകാശത്തിൽ അത് എത്രത്തോളം ആധികാരികമാണ്? പണ്ട് തൊട്ടേ ഉള്ളവരാണല്ലോ അവർ. ഈ എന്താണ് ഇടയ്ക്ക് വന്ന തന്ത്രി കുടുംബത്തിനാണോ ഇവർക്കാണോ അവകാശം എന്ന് സാറിന്റെ ഒരു ബോധ്യം എന്താണ്? ഞാൻ ഒരു പാരമ്പര്യത്തെയും ഒരു ജന്മാവകാശത്തെയും നിഷേധിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരനും ഉദ്യോഗസ്ഥനുമാണ്. അപ്പൊ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്നതിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ലിഖിത ചരിത്രം ഞാൻ വളരെ വളരെ പലത് കൈ കിട്ടിയതെല്ലാം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഈ ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പന്തളം രാജകുടുംബമാണ് അതിന്റെ ആള്. പന്തളം രാജകുടുംബത്തിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന് കിട്ടിയതാണ്. ടിപ്പു സുൽത്താന്റെ ഇൻവേഷൻ സമയത്ത് ഈ യുദ്ധക്കടം തീർക്കാൻ നിർവാഹമില്ലാതെ പന്തളം രാജാവിന് ആ കടം തീർത്തുകൊണ്ട് അതിന് പകരമായി തിരുവിതാംകൂർ രാജാവിന് തീർന്നു കൊടുത്തതാണ് പന്തളം രാജകുടുംബം. ഈ ശബരിമലയും ഈ 18 മലകളും അതുപോലെ ഈ ചെങ്ങന്നൂർ മണ്ഡപത്ത് വാതുകൾ ഉൾപ്പെടെ കൊടുത്തതാണ്. അങ്ങനെ വരുമ്പോൾ അതെടുക്കുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണത്തിന് കീഴിൽ വരുമ്പോൾ തന്ത്രാവകാശം താഴ്വട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സർവീസിൽ കയറുമ്പോൾ ഞങ്ങളുടെ ദേവസ്വങ്ങളെല്ലാം തന്നെ പാരമ്പര്യ തന്ത്രിമാരുണ്ട്. 10-12 ഇല്ലങ്ങളിൽ നിന്നാണ് തന്ത്രിമാർ വരുന്നത്. അത് പാരമ്പര്യമാണ്, അവരുടെ അവകാശമാണ്, ഹെറിഡിറ്ററി റൈറ്റ് ആണ്. അവരുടെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ആരാണോ അവർ വന്ന് തന്ത്രമാണ്. ഞങ്ങളുടെ 10-12 ഇല്ലങ്ങള്, കടിയക്കോല്, മറ്റേ തരണനെല്ലൂർ, താഴമൺ, ഇങ്ങനെ വരുന്ന കുറെ തന്ത്രി കുടുംബങ്ങൾ, പുല്ലാമഴി, ഇങ്ങനെ കുറെ തന്ത്രി കുടുംബങ്ങളുണ്ട്. അതിപ്പോഴും അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ ആരെയും മാറി. ഇതിന്റെ ഇടയ്ക്ക് അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് ഈ തന്ത്രി എന്ന് പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് തന്ത്രി ഇൻ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ്, തന്ത്രി ഒരു പബ്ലിക് സർവന്റ്, ദേവസ്വം പബ്ലിക് സർവന്റ് കൂടിയാണ്. ദേവസ്വം സർവൻസിന്റെ പേരിൽ എടുക്കാവുന്ന അച്ചടക്ക നടപടികളിൽ തന്ത്രിയുടെ പേരിൽ എടുക്കാവുന്ന നിയമം പറയുന്നുണ്ട്. ഇവര് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ ദൈവമാണ്, ഞങ്ങൾ ചോദിക്കാൻ ഇല്ല എന്നൊക്കെ തന്ത്രി കുടുംബങ്ങൾ പറയുന്നെങ്കിലും ഞങ്ങളുടെ നിയമങ്ങൾ
പൊസിഷൻ ഓഫ് തന്ത്രീസ്, തന്ത്രിയുടെ സ്ഥാനം എന്താണ് നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചിച്ചതിൽ ആസ് ഫാർ ആസ് ഡിപ്പാർട്ട്മെന്റ് തന്ത്രി, അദ്ദേഹം പബ്ലിക് സെർവന്റ് ആണ്, ദേവസ്വം ബോർഡിന്റെ സെർവന്റ് ആണ്. മറ്റു സെർവൻസിന്റെ പേരിൽ എടുക്കാവുന്ന അച്ചടക്ക തന്ത്രികളെല്ലാം ഞങ്ങൾക്ക് തന്ത്രിയുടെ പേരിൽ എടുക്കാൻ, ഈ തന്ത്രിയെ മാറ്റാനും ഒക്കെ അവകാശമാണ്. നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ശരിക്കും ഈ രാമക്ഷേത്ര കൊള്ളയാണെങ്കിലും ബദ്രീനാഥ് കൊള്ളയാണെങ്കിലും നമ്മുടെ ശബരിമല സ്വർണ്ണ കൊള്ളയാണെങ്കിലും ഇതിങ്ങനെ എന്താണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം സാധ്യമാണോ? ഈ രാമക്ഷേത്രത്തിൽ എന്താണ് സ്വീകരിക്കാവുന്ന മാതൃക, അതുപോലെ ശബരിമലയിൽ നമുക്ക് എങ്ങനെ കൂടുതൽ കർക്കശമാക്കാൻ കഴിയും? അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്. കാരണം ശബരിമല ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള 100-125 വർഷത്തെ നമ്മുടെ റൂൾ നിയമങ്ങൾ നിലവിലുണ്ട്. ആ നിയമങ്ങൾ കർക്കശമാക്കി അതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷനുകൾ ഇവരെല്ലാം കൂടെ ഒരു ശക്തമായ സമീപനം ഒരു 4-5 വർഷം സ്വീകരിക്കാമെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഒരുമാതിരി മര്യാദയായിട്ട് കൊടുക്കും. പിന്നെ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രസ്റ്റികളോ കേരളത്തിലെ ഹിന്ദു പണ്ഡിതന്മാരും ഈ ദൈവജ്ഞന്മാരും ഒക്കെ വളരെ കർശനമായ സമീപനം സ്വീകരിച്ചാൽ ഈ കാര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഹൈന്ദവ പണ്ഡിതന്മാരും തന്ത്രി സമൂഹവും അവര് ശക്തമായി ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് വരണമെന്നുള്ള അഭിപ്രായം സാറിനുണ്ടോ? ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഉള്ളത്. ഇന്ത്യ മുഴുവൻ ഉള്ളിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ HRC ആക്ടാണ്. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് എന്നുള്ള സമിതിയാണ്. അത് ഗവൺമെന്റ് നിയന്ത്രണമുള്ള ഒരു സമിതിയാണ്. അല്ല, അത്തരം നിയന്ത്രണം വേണമെന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഇന്ത്യൻ ഈ ദേവസ്വം ബോർഡ് പോലെ ഈ ശ്രീരാമക്ഷേത്രത്തിലടക്കം ഒരു ആധികാരിക സംവിധാനം, ഒരു കോടതി മേൽനോട്ടവും ഒരു സർക്കാർ ഇൻവോൾവ്മെന്റും ഒക്കെ ഒരു സംവിധാനം വേണമെന്ന് തന്നെയാണോ സാറിന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിൽ ആകമാനമുള്ള ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ സമ്പത്തൊന്നും ഇല്ലാത്തത് അവകളെ ചേർത്ത് അത് ആരാധനാലയങ്ങൾ എന്നുള്ള പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അത് അർഹിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പൈതൃക സ്വത്വങ്ങളുടെ പൗരാണിക പ്രാധാന്യം, ചരിത്ര പ്രാധാന്യം. അത് നമുക്കൊരമ്പലം, ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രം നമുക്കൊരു 5 കൊല്ലമോ 10 കൊല്ലമോ അതൊരു അമ്പലം പറ്റില്ല. അപ്പൊ അത് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്പത്താണ്. അത് രാജ്യത്തെ ഹിന്ദുക്കളുടെ മാത്രമല്ല, സമസ്ത ജനങ്ങളുടെയും. അതായത് സാർ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവതരവുമായ ഇത്തരം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്താണ്. ആ പൊതുസമ്പത്ത് രാജ്യത്തിന്റെ സ്വത്താണ്. അത് രാജ്യത്തിന്റെ സ്വത്തായി സംരക്ഷിക്കപ്പെടും. തീർച്ചയായും അതിനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം. അത് അസേതു ഹിമാലയം, കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള മഹാക്ഷേത്രങ്ങൾ സമന്വയിപ്പിക്കുന്നു. വലിയ ബൃഹത്തായ ഭരണ സംവിധാനം ഉണ്ടാവണം. കർക്കശമായ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അവിടെയാണ് അദ്ദേഹത്തിന്റെ രാധാകൃഷ്ണൻ സാറിന്റെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. അതായത് ഇത്തരം ക്ഷേത്രകൊള്ളകൾ എന്ന് പറയുമ്പോൾ വലിയ സമൂഹത്തെ തന്നെ മുറിവേൽപ്പിക്കുന്ന കാര്യമാണ്. അത് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ രാജ്യത്തിന്റെ സ്വത്തുക്കളാണ്. കാരണം നമ്മുടെ പിൻതലമുറക്കാർ സംഭരിച്ച് അവരുടെ അധ്വാനവും അവരുടെ പണവും അവരുടെ വിയർപ്പും എല്ലാം കൊണ്ട് കെട്ടിപ്പടുത്ത വലിയ കോടാനുകോടിയുടെ സമ്പത്തുകളാണ്. അതൊക്കെ ലൂട്ട് ചെയ്യപ്പെടുക, അപഹരിക്കപ്പെടുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും വളരെ നന്ദി സാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമസ്കാരം.